ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും കരുണ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. യേശുക്രിസ്തു കന്യകയിൽ നിന്നും ജനിച്ചു. ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി അവനിൽ വസിക്കുന്നു. സ്നാനം കഴിഞ്ഞ് യേശു വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് യേശുവിനോട് സംസാരിച്ചു: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ദൈവമായിരിക്കെ ദാസരൂപമെടുത്തു തന്നെത്താൻ താഴ്ത്തി മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ സ്വയം യാഗമാക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ ക്രൂശിൽ മരണം സഹിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും, പാപക്ഷമ പ്രാപിക്കും, ദൈവവുമായുള്ള കൂട്ടായ്മയിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ പ്രസന്നത കർത്താവായ യേശു ക്രിസ്തുവിലാണ്. പാപമോചനത്തിൻ്റെ വീണ്ടെടുപ്പ് അവനിലാണ്. അവനിൽ നാം അവകാശവും പ്രാപിക്കുന്നു. വിശ്വാസത്താൽ ദൈവപൈതലായി തീർന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ സർവകൃപാലുവായ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ.